ഇന്ന് നമുക്ക് കുറച്ച് വാഷി ടേപ്പ് ഡിസൈൻ നോക്കാം കേട്ടോ. അപ്പോൾ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം നമുക്ക് പ്രസന്റേഷൻ പേപ്പറിൽ നിന്ന് വാഷി ടേപ്പ് ഉണ്ടാക്കാം കേട്ടോ. ഇത് പ്രസന്റേഷൻ ഇതുപോലെ പൊതിഞ്ഞ് കിട്ടിയിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചിരുന്ന കേട്ടോ. അതിന് നല്ലൊരു പീസ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ്. എന്നിട്ട് അത് ഒരു സ്കെയിൽ വെച്ചിട്ട് ചെറിയ വാഷി ടേപ്പിൻ്റെ ആ ഒരു വീതിയിൽ ഇങ്ങനെ ആദ്യം സ്കെയിൽ വെച്ച് പെൻസിലും കൊണ്ട് വരച്ചെടുക്കുക. അതിനുശേഷം അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള നീളത്തിൽ എന്തോരം വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 3 സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആദ്യം ആ ഒരെണ്ണത്തിൻ്റെ സൈഡിൽ ഇതുപോലെ പശ തേച്ചിട്ട് അടുത്തത് അതിൻ്റെ മുകളിൽ കയറ്റി ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അടുത്തത് അതേപോലെ തന്നെ അതിൻ്റെ ഷേപ്പൊക്കെ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് അടുത്തത് ഒട്ടിക്കുക കേട്ടോ. ഇനി നമുക്കതൊന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പം ചെറിയൊരു കട്ടി കടലാസ് എടുക്കുക. എന്നിട്ട് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുക്കുക. എന്നിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് പശ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ആ വെട്ടി വെച്ചിരിക്കുന്ന ആ സ്ട്രിപ്പ് ഒന്ന് ഇതുപോലെ ചുറ്റി എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന വാഷി ടേപ്പിന് ഉള്ളിൽ പശ ഉണ്ടാവില്ല. നമ്മളത് ഉപയോഗിക്കുന്ന സമയത്ത് അത് പശ തേച്ചിട്ട് ഒട്ടിക്കേണ്ടി വരും. ലാസ്റ്റ് അത് ഒട്ടിയിരിക്കാനായിട്ട് ചെറിയൊരു പീസ് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വൈറ്റ് കളർ A4 ഷീറ്റിൽ കുറച്ച് വാഷി ടേപ്പ് ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് വീതിയിൽ ഒരു വര വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. ബ്രഷ് പെൻ വെച്ചിട്ടാണ് ഡിസൈൻ കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഫ്ലവറിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ഡിസൈൻ കൊടുക്കാം. ഒരു ഡീപ്പ് യെല്ലോ കളറാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഇച്ചിരി റൗണ്ട് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ഓറഞ്ച് കളറ് പേനയാണ് എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്കെച്ച് പേന വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താലും മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ലൈറ്റ് കളറിൽ ഉള്ളിൽ ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് അതിൻ്റെ ഡാർക്കില്ലേ ആ കളറിൻ്റെ തന്നെ ഡാർക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഔട്ട്ലൈൻ ഒക്കെ വരച്ചു കൊടുക്കുക. ഇപ്പൊ ഇവിടെ ചെയ്യുന്നത് അത് തന്നെയാണ്. ലൈറ്റ് കളേഴ്സിൽ കുറച്ച് ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുത്തു. ഒരു പർപ്പിള്, ബ്ലൂ, ഗ്രീന്, പിന്നെ ഒരു യെല്ലോ, അങ്ങനെ യെല്ലോ വെച്ചെങ്കിൽ ഒരു ലൈറ്റ് ഓറഞ്ച് ആണ് കേട്ടോ. അതിന് അതേ കളർ കൊണ്ട് തന്നെ ഔട്ട്ലൈൻ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അടുത്തത് നമ്മൾ യെല്ലോ കളർ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിലേക്ക് റെഡ് കളറിൽ ഇങ്ങനെ ഡോട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്രീൻ കളർ പേനയാണ്. അത് വെച്ചിട്ട് അതിൻ്റെ തണ്ടുകളൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു. പിന്നെ അത് ബ്രഷ് പെൻ വെച്ചിട്ട് ചെറുതായിട്ട് ഇലകളൊന്ന് വരച്ചു കൊടുത്തു. ആ ഇലകൾക്ക് ഒരു ഔട്ട്ലൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ പേന വെച്ചിട്ട്. പിന്നെ ചെറിയ റെഡ് അല്ലേ, അപ്പോൾ ആ റെഡ് പേന വെച്ചിട്ട് നമ്മൾ അതിനും ഒരു ഔട്ട്ലൈൻ കൊടുത്തു. അപ്പോൾ നല്ലൊരു പെർഫെക്ഷൻ വരും കേട്ടോ. ഇനി നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അത് ചുരുട്ടിയെടുക്കാം കേട്ടോ. ഇതുപോലെ ഏത് കളർ പേപ്പർ വെച്ചിട്ടും ഡിസൈൻ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ കളർ പേപ്പറിന്റെ കളറിനനുസരിച്ച് കാണുന്ന ഡിസൈൻ ആയിരിക്കണം എന്ന് മാത്രം. ഇനി അടുത്തൊരു ഡിസൈൻ എന്ന് പറയുന്നത് ഇത് പക്ഷെ എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഒരു പഞ്ചർ ഉണ്ടെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. കാരണം ഇത് എല്ലായിടത്തും കിട്ടുന്നുമില്ല. ഞാൻ തന്നെ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഈ സാധനം കിട്ടിയത്. ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. പക്ഷെ എനിക്ക് സംശയം ഇത് വരുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഡിസൈൻ, അതായത് ഇപ്പോൾ ഹാർട്ട് ഉദ്ദേശിച്ചു, ആ ഹാർട്ട് തന്നെ വരുമോ എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഓൺലൈനിലൊന്നും ഓർഡർ ചെയ്തില്ല. ഇത് ഒരു കടയിൽ പോയപ്പോൾ പെട്ടെന്ന് ഇരിക്കുന്നത് കണ്ടതാണ്. ഈ ഒരു ഡിസൈൻ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പം ഞാനത് വേഗം വാങ്ങിച്ചു. ആ ഒരു ഡിസൈൻ തന്നെ ബ്ലൂവിൽ ഞാൻ വൈറ്റ് കളറും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ ഭംഗിയായിരിക്കുന്നത് ആ ബ്ലൂവിൽ വൈറ്റ് വന്നപ്പോഴല്ലേ. മറ്റേത് അത്രയ്ക്ക് അങ്ങോട്ട് കാണുന്നില്ല. അപ്പൊ എങ്ങനെയാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് വാഷി ടേപ്പാണ് ഇഷ്ടപ്പെട്ടെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.